ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒരിക്കൽ കൂടി മുകേഷ് അംബാനിയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും ധനികനെന്ന സ്ഥാനം വീണ്ടെടുത്ത് ഗൗതം അദാനി. ഇതോടെ ഏഷ്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ അദാനി ഒന്നാമതെത്തി. ബ്ലംബർഗിന്റെ ബില്യണിയേഴ്സ് ഇൻഡെക്സ് പ്രകാരം അദാനിയുടെ നിലവിലെ ആസ്തി $97.6 ബില്യൺ ആണ്. അംബാനിക്ക് $97 ബില്യൺ ആസ്തിയാണ് ഉള്ളത്. ഇരുവരുടെയും സമ്പത്ത് തമ്മിലെ അന്തരം $600 മില്യൺ ആണ്. ബ്ലംബർഗിന്റെ ശതകോടീശ്വര സൂചിക പ്രകാരം ഗൗതം അദാനി 12ാം സ്ഥാനത്തേക്ക് എത്തി. 13ാം സ്ഥാനത്താണ് മുകേഷ് അംബാനി. അദാനി ഗ്രൂപ്പിന് എതിരായുള്ള ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ പുതിയ അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചതിനെ തുടർന്ന് ഇന്നലെ അദാനി ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരികൾ എല്ലാം കുതിച്ചുയർന്നിരുന്നു. ഇതോടെയാണ് മുകേഷ് അംബാനിയെ പിന്തള്ളി അദാനി ആസ്തിയിൽ മുന്നിലായത്. നിലവിൽ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ സമ്പന്നനാണ് ഗൗതം അദാനി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അദാനി കമ്പനികളുടെ ഓഹരി വില വൻതോതിൽ ഉയർന്നതാണ് ഗൗതം അദാനിക്ക് ഗുണകരമായത്. ഹിൻഡൻബർഗ് ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ബുധനാഴ്ച സുപ്രീം കോടതി തള്ളിയത് ഗൗതം അദാനിക്ക് ഗുണകരമായിരുന്നു. ഇതിന് പിന്നാലെ വലിയ നേട്ടം അദാനി ഓഹരികൾ ഉണ്ടാക്കിയിരുന്നു. സുപ്രീം കോടതി വിധിക്ക് അദാനി കമ്പനികളുടെ ഓഹരി വില 18% വരെ ഉയർന്നിരുന്നു. ബ്ലംബർഗ് ബില്യണെയർ സൂചിക പ്രകാരം ഇന്ന് രാവിലെ 9:30 വരെ അദാനിയുടെ ആസ്തി $97.6 ബില്യൺ ആണ്. ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ പുതിയ അന്വേഷണമൊന്നും ആവശ്യമില്ലെന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഇതോടെ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൂല്യം ഉയരാൻ തുടങ്ങി. ശ്രീലങ്കയിലെ തുറമുഖ പദ്ധതിക്ക് US ഗവൺമെന്റിന്റെ പിന്തുണ. 3 സംസ്ഥാനങ്ങളിലെ BJPയുടെ വിജയത്തിന് ശേഷമുള്ള മൊത്തത്തിലുള്ള വിപണി വികാരം എന്നിവയും അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾക്ക് പിന്തുണയേകി. പട്ടിക പ്രകാരം അദാനിയുടെ മൊത്തം ആസ്തി 8,11,836 കോടി രൂപയാണ്. അംബാനിയുടേത് 8,06,845 കോടി രൂപ. കഴിഞ്ഞ ഡിസംബറിൽ $4.41 ബില്യൺ നേട്ടവുമായി ബ്ലംബർഗിന്റെ പട്ടികയിൽ അദാനി 16ാം സ്ഥാനത്തെത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അമ്പരിപ്പിക്കുന്ന വളർച്ചയാണ് വരുമാനത്തിന്റെയും ബിസിനസിന്റെയും കാര്യത്തിൽ അദാനി നേടിക്കൊണ്ടിരിക്കുന്നത്. 1988-ലാണ് അദാനി ബിസിനസ് രംഗത്തേക്ക് കടക്കുന്നത്. കടൽ, വിമാനത്താവള മാനേജ്മെന്റ്, വൈദ്യുതി ഉൽപാദനം, വിതരണം, ഖനനം, പ്രകൃതിവാതകം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് അദാനി ഗ്രൂപ്പ് അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അദാനിയുടെ ഉടമസ്ഥതയിലുള്ളതും പങ്കാളിത്തമുള്ളതുമായ 26 സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. ഗൗതം അദാനിയും മുകേഷ് അംബാനിയും കഴിഞ്ഞാൽ ഷാപൂർ മിസ്ത്രിയാണ് ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ മൂന്നാമതുള്ളത്. $34.6 ബില്യൺ ആണ് മിസ്ത്രിയുടെ ആസ്തി. $33 ബില്യൺ ആസ്തിയുമായി ശിവ് നാടാർ നാലാമതുണ്ട്. $25.7 ബില്യൺ ആസ്തിയുമായി അസിം പ്രേംജിയാണ് അഞ്ചാമത്. അതേസമയം ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇലോൺ മസ്ക് ആണ് ഒന്നാമത്. $220 ബില്യൺ ആണ് മസ്കിന്റെ ആസ്തി. $169 ബില്യൺ ആസ്തിയോടെ ജെഫ് ബെസോസ് രണ്ടാമതുണ്ട്. ബെർണാർഡ് അർണോൾഡ്, ബിൽ ഗേറ്റ്സ് എന്നിവരാണ് 3ഉം 4ഉം സ്ഥാനങ്ങളിൽ.